പാലക്കാട് പട്ടാമ്പിയിൽ ജനങ്ങളുടെ കയ്യടി വാങ്ങിയ രണ്ട് യുവാക്കളുടെ കഥയിലേക്കാണ്. ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങളും പണവും അടങ്ങുന്ന ബാഗ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാണ് ഈ യുവാക്കൾ ശ്രദ്ധയാകർഷിച്ചത്. പക്ഷേ ഇവർക്ക് കയ്യടി നേടിക്കൊടുത്തത് ഇത് മാത്രമല്ല. ബാഗ് കിട്ടിയ സന്തോഷത്തിൽ ബാഗിന്റെ ഉടമ നൽകിയ പാരിതോഷികം പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ മടക്കി നൽകുകയും ചെയ്തു. കാണാം പട്ടാമ്പിയിലെ ആ നല്ല മാതൃകയുടെ കഥ. വൈകിട്ട് ചായ കുടിക്കാൻ പോകവെയാണ് പട്ടാമ്പി സ്വദേശികളായ ആദിത്യനും പ്രണവും വഴിയരികിൽ അലക്ഷ്യമായി ഒരു ബാഗ് കിടക്കുന്നത് കണ്ടത്. തുറന്നു നോക്കിയപ്പോൾ വിലപിടിപ്പുള്ള ലാപ്ടോപ്പും പണവും മറ്റുപകരണങ്ങളും. ബാഗിന്റെ ഉടമയ്ക്കായി പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ബാഗ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പിന്നീട് സ്റ്റേഷനിലുള്ള പോലീസുകാർ വിളിച്ചപ്പോഴാണ് ബ്ലോഗറായ ഹരീഷ് തലയുടേതാണ് ബാഗെന്നും ഇരുവർക്കും പാരിതോഷികം നൽകുന്നുണ്ടെന്നും യുവാക്കൾ അറിയുന്നത്. പക്ഷേ ഉടമ നൽകിയ പാരിതോഷികം പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് യുവാക്കൾ മടക്കി നൽകി. വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടതിനാലാണ് ബാഗ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതെന്നും വസ്തുക്കൾ ഉടമയിലേക്ക് തിരികെ എത്തിയതിൽ സന്തോഷമുണ്ടെന്നും ആദിത്യനും പ്രണവും പറഞ്ഞു. ഞങ്ങള് വീട്ടിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി പോയതാ. പൂവിൻ്റെ കട അവിടെ ഞാങ്ങാറ്റിയ ഓനെ എടുത്തു വരുമ്പോൾ റോഡിന് നടുക്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്തു. ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ വില പിടിപ്പുള്ള സാധനങ്ങൾ. അപ്പോൾ നേരെ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ കൊടുത്തു. സാറുമാർ തുറന്നു നോക്കി. അപ്പോൾ ഇതാണ്. പിന്നെ ആളെ അതിൽ കണ്ടു. ഫോൺ വിളിച്ച് ആൾ വരാൻ പറഞ്ഞു. സാധനം കിട്ടിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെടുത്തു. ആള് വന്നു. അപ്പോഴാണ് ആളെ മനസ്സിലായി. അപ്പോൾ കുറച്ച് സന്തോഷം തോന്നി. പിന്നെ കുഴപ്പമില്ല, മൂപ്പര് വന്നു കൊടുത്തു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. വസ്തുക്കൾ ലഭിച്ചതിൽ സന്തോഷം അറിയിച്ച ബാഗ് ഉടമ ഹരീഷ് ആദിത്യന്റെയും പ്രണവിന്റെയും നല്ല മനസ്സിന് നന്ദി അറിയിച്ചു. യാത്രക്കിടയിൽ ഈ ഒരു ബാഗ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നപ്പോഴാണ് ഈ ഒരു ബാഗ് നഷ്ടപ്പെട്ട വിവരം ഞാൻ അറിയുന്നത്. അങ്ങനെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ആദിത്യന് അതുപോലെ തന്നെ പ്രണവും അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാരണം ഈ ഒരു ബാഗിൽ ക്യാഷ് ഉൾപ്പെടെ 2 ലക്ഷം രൂപയുടെ വസ്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എനിക്ക് തിരിച്ചു തന്നപ്പോൾ ഇതിലാ ഒരു ക്യാഷ് ഞാൻ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് തിരിച്ചു തന്നിട്ട് അവർ പറയാണ്, നിങ്ങൾ കുറേ യാത്ര ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ആ ഒരു യാത്രയിൽ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ക്യാഷ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു. യുവാക്കൾ കാണിച്ച നന്മയ്ക്ക് മികച്ച പിന്തുണയാണ് പട്ടാമ്പിയിലെ നാട്ടുകാരും സോഷ്യൽ മീഡിയയും നൽകുന്നത്. റിപ്പോർട്ടർ, പാലക്കാട്. ആദിത്യനെയും പ്രണവിനെയും പോലുള്ള മനുഷ്യരെയൊക്കെ കാണുമ്പോഴാണ് ഈ ജീവിതത്തിൽ വലിയ അർത്ഥമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നതും ഈ ലോകം കൊള്ളാം എന്ന് നമുക്ക് തോന്നുന്നു, അല്ലേ? ചില മനുഷ്യരെ കാണുമ്പോൾ ഇത് എന്ത് ജീവിതം. നമ്മളിപ്പോൾ അസഫാക്കിനെ ആലത്തിനെയൊക്കെ കാണുമ്പോൾ ഈ കാലത്ത് ജീവിച്ചിരുന്നതിൽ നമ്മൾ സ്വയം ദുഃഖിക്കുന്നുണ്ട്. പക്ഷേ ആദിത്യനെയും പ്രണവിനെയും പോലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് നല്ല ലോകമാണ്, ചുറ്റുപാടുമുള്ള മനുഷ്യർ നല്ല മനുഷ്യരാണ് എന്നൊരു തോന്നൽ കൂടി ഉണ്ടാവുന്നുണ്ട്. ആദിത്യനും പ്രണവിനും നല്ലത് വരും. ഒരു ശുഭദിനവും ശുഭജീവിതവും ഒക്കെ ആശംസിക്കുക കൂടി ചെയ്യുന്നു. വളരെ മനോഹരമായൊരു മാതൃകയാണ് ആദിത്യനും പ്രണവിനുള്ള ഒട്ടേറെ മനുഷ്യരുണ്ട് കേട്ടോ. തങ്ങളുടെ ഓട്ടോറിക്ഷയിൽ ലക്ഷക്കണക്കിന് രൂപ വെച്ചിട്ട് പോയിട്ട് കൊടുത്തവർ, വിവാഹാവശ്യത്തിന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയിട്ട് ഓട്ടോറിക്ഷ തിരിച്ച സ്വർണം അവരുടെ കൈകളിലേക്ക് കൊടുത്തവർ, അവർക്കൊക്കെ വേണമെങ്കിൽ ആ ബാഗ് കൊണ്ട് ജീവിതം തന്നെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവർ സ്വീകരിക്കുന്നൊരു നിലപാടുണ്ടല്ലോ, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതത്ര എളുപ്പ സാധ്യമല്ല. അതാണ് ആദിത്യയും പ്രണവിനെയും വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും ഒരു അഭിനന്ദനം ഒരിക്കൽ കൂടി റിപ്പോർട്ടർ TV കൂടി അറിയിക്കുന്നു.